അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിന് വേണ്ടിയിട്ട് പരിപ്പ്, പിന്നെ ഈ ചീരൻ്റെ ഇല ഉണ്ടല്ലോ, അതായത് സാമ്പാർ ചീര എന്നൊക്കെ പറയുന്നത്, ഇത് രണ്ടും കൂടിയാണ് വെക്കണത്. ഇപ്പോൾ ലേസെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട, ഇത് നല്ല പോലെ നോക്കി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ അതാ ഞാൻ പരിപ്പ് എന്ന് പറയുമ്പോൾ മസൂർ ദാലുണ്ടല്ലോ, ചുമന്ന പരിപ്പ്, ഇതാട്ടോ, ഇതുകൊണ്ടാണ് വെക്കുന്നത്. ഇത് പെട്ടെന്ന് വീണ ഒരു പരിപ്പാട്ടോ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് രണ്ടും കൂടി നമുക്കിന്നൊന്ന് കറി വെക്കാം. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പം നമുക്ക് ഈ ചട്ടിയിലിട്ട് കൊടുക്കേ. ചട്ടി വെച്ചാൽ മതി, കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വേവും. അപ്പോൾ അതാ ഞാൻ 4 പ്രാവശ്യം കഴുകിയെടുത്ത, നല്ല വൃത്തിക്ക് കഴുകണത്. നല്ല ഞെരടി കഴുകണം കേട്ടോ. ഉണ്ടാ വെള്ളം കണ്ടില്ല, നല്ല തെളിഞ്ഞിരിക്കണം പരിപ്പ് കഴുകിയാൽ. ഇത്ര നന്നാക്കി കഴുകിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് പോകും, അതുകൊണ്ട് ഞാൻ ചട്ടിയിലാണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് അടുപ്പത്ത് വെക്കട്ടെ, കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. നമുക്ക് അടുപ്പത്തല്ല, ഞാൻ ഗ്യാസുമേല, അടുപ്പെന്ന് ഉദ്ദേശിച്ച് വിറകടുപ്പാട്ടോ. ഞാൻ ഗ്യാസുമേൽ ഇത് പെട്ടെന്ന് വീണായതുകൊണ്ട് ധീമ വെക്കാം. അപ്പോൾ അത് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കേ. നല്ലപോലെ നോക്കണം കേട്ടോ. അതിമൊരു വയലറ്റ് പൂവുണ്ടാവും, അതൊക്കെ നുള്ളി കളയണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി, ചെറുതാക്കി. നമുക്ക് പരിപ്പൊക്കെ ഇടാനുണ്ട്, നല്ല ടേസ്റ്റാണ് അത്. പോലെ അങ്ങനെ അരിഞ്ഞെടുക്കുക. ഇന്നിപ്പോൾ സിനുവിനും സോനുവിനും ഒന്നും സ്കൂളില്ല. അങ്ങനെ അരിഞ്ഞെടുക്കുക. പെട്ടെന്ന് വേവും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. നമുക്ക് മിക്സിൻ്റെ ജാർക്ക് ലേശം തേങ്ങ, കുറച്ചളവിലല്ലേ നമ്മൾ ഉണ്ടാക്കണുള്ളൂ. പിന്നെ അതാ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഒരു ചുള വെളുത്തുള്ളി കേട്ടോ, 2 ചുള ചുമന്ന ഉള്ളി, പിന്നെ കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. ഇതൊന്ന് അരച്ചെടുക്കാം. ഒരു പച്ചമുളക് ഇടണം, ഒരു പച്ചമുളക് ഇതാ ഒരെണ്ണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കുക, പിന്നെ ഒഴിച്ചെടുത്ത് ഒന്നുകൂടി കണ്ട് അരച്ചാൽ മതി. കറണ്ട് പോയിട്ടാ മക്കളെ, കറണ്ട് പോയിന്. പരിപ്പൊക്കെ വലിയ റെഡിയായിന്, കറണ്ടും പോയി. അതിൻ്റെ അടിയിൽ നമ്മൾ ഈ ചീരാണ്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് കത്തിച്ച് ജംഗ്ഷൻ. അപ്പോൾ അത് നമ്മൾ ചീരയൊക്കെ ഇട്ട് കൊടുത്ത് ഓണമത്തെ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചാട്ടോ. കറണ്ടില്ലേ, അരപ്പ് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. എത്ര വേണം നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ട്, കുറേ കോരി ഒഴിക്കാനും പറ്റൂല കേട്ടോ. ഇതാ ഇതൊന്ന് തിളച്ച് വന്നാൽ കറി റെഡി. ഉപ്പിട്ടില്ല. നമ്മൾ അടുപ്പത്ത് തീ വെക്കുമ്പോൾ ആദ്യം തന്നെ ഉപ്പ് ഇടരുത്. ഉപ്പിട്ടുണ്ടെങ്കിൽ വേകാൻ പണി വെക്കും. കുക്കറിലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല.
പിന്നെ അത് കുറച്ചെല്ലാം ഉള്ളു, അത് പെട്ടെന്ന് ഇതിലാണ് വെക്കാൻ കഴിയും. അപ്പം അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പം അതാ ഇത് തിളച്ചിട്ടാവും. ഒന്നുകൊണ്ട് തിളച്ചാൽ മതി, കുറേ നേരം നിന്ന് തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് കുറഞ്ഞു പോകും. പിന്നെ മൺചട്ടിയിലായാൽ ഇന്നിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ തിളച്ചു കൊണ്ടേ. ഇനി സിനുവിന് സ്കൂളില്ലാത്തതുകൊണ്ട് കത്തി കൊണ്ട് പരിപാടി. കത്തി കൈമ തട്ടിക്കണ്ടേ. അപ്പം അതാ ചട്ടി ചൂടായി, കുറച്ച് വെളിച്ചെണ്ണ ഇട്ട്. വെള്ളം ഉണ്ടായിരുന്നുള്ളൂ ചട്ടിയിൽ. എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ? സുഖമില്ല എല്ലാവർക്കും? മഴയൊക്കെ കുറച്ച് കുറവുണ്ട് അല്ലേ? അപ്പം അന്ന് സ്കൂളും കുറവില്ല. ഇന്നലെയൊക്കെ ഇന്ന് സ്കൂള് ലീവ് വേണ്ടി. ഇന്നിപ്പോൾ കുറച്ച് കുറവുണ്ട്, അപ്പം ഇന്ന് അവധിയാണ്. അപ്പം നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത്. എല്ലായിടത്തും വെള്ളപ്പൊക്കം എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്ന കേട്ടോ മക്കളെ. ഒക്കെ അരച്ചാൻ കാക്കട്ടെ, എല്ലാം എന്താ പറയുക. നമ്മളെ കറി എത്ര പെട്ടെന്ന് 1-2 തള തിളച്ചിട്ടേ ഉള്ളൂ. ആ പരിപ്പ് പെട്ടെന്ന് വീണ പരിപ്പാണ്. നിങ്ങൾ വാങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കോളി. തേങ്ങ അരച്ച് വെക്കാൻ നല്ല ടേസ്റ്റാണ് ആ പരിപ്പ്. വറവിട്ട് ഞാൻ നോക്കിയില്ല കേട്ടോ ഇതുവരെ. ഈ പരിപ്പ് എടുക്കുമ്പോൾ ഞാൻ തേങ്ങ അരച്ചാൽ വെക്കല്. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞുള്ളി ഇട്ട്, കുറച്ച് കടുക് ഇട്ട്, 2 കുഞ്ഞ് വറ്റൽമുളക് പൊട്ടിച്ചതിലിട്ട് വറവിട്ടെടുക്കുക. കറിവേപ്പിൻ്റെ ഒരു ഇത് കിട്ടുക. തീരായതുകൊണ്ട് കറിവേപ്പ് വേണമെന്നൊന്നുമില്ല, നല്ല കിടക്കട്ടെ. ഈ കറിയിലേക്കാണ്ട് ഒഴിക്കുക. ഇതാണ് ഇന്നത്തെ കറി. നോക്കിയോളൂ നിങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ അതാ ചട്ടി മൺചട്ടി ഇട്ടിട്ട് തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ലേശം തിരിയും ഉണ്ടായിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണേ. അപ്പം അങ്ങനെയാണ് കറി ഉണ്ടായിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ചാനൽ ഒരുപാട് കാലമായി മക്കളെ. ഒന്നും ഇങ്ങോട്ട് ചെയ്തുകൂടി, ആരും മടിച്ച് നിൽക്കാതെ ഒന്നും ഇങ്ങോട്ട് ചെയ്യാട്ടോ. അപ്പം എല്ലാവരോടും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഈ യൂട്യൂബ് തുറക്കാപ്പോൾ പേടിയാണ്. കച്ചറ ഒരാൾ പറയുക, അതിൻ്റെ മറുപടി പറയുക, പിന്നെ ഒരാൾ പറയുക, പിന്നെ മറുപടി പറയുക. കുട്ടികളൊക്കെ ഫോണെടുക്കുമ്പോൾ നമുക്കിപ്പോൾ വെക്കണ്ട വെച്ചാൽ കുട്ടികളിപ്പോൾ ഏതൊക്കെ വെക്കുകയെന്നറിയില്ല. ഏതായാലും നല്ല അടിപൊളി തെറി ഇങ്ങനെ കേൾക്കാം. അപ്പോൾ എല്ലാവരും ഓലൊന്ന് നിർത്തിയാൽ മതി കച്ചറയൊക്കെ. ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാവും പിന്നെ പോലൊക്കെ. ഓല പുറകാണ് പോയിക്കോളി നിങ്ങൾ, മറ്റോല കച്ചറിൻ്റെ പുറകെ നടക്കണ്ട. അപ്പം എല്ലാവരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, മടിക്കണ്ട. എല്ലാവരും ചെയ്തോളിട്ടോ. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.